ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഖ സൗകര്യങ്ങൾ, സമൃദ്ധി ഇത് വർദ്ധിക്കുമ്പോൾ അത് എങ്ങനെ ദോഷകരമായി നമ്മെ ബാധിക്കുന്നു എന്നുള്ളതാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതായുള്ള സംഗതി. എന്നാൽ ഇത് അത്ര ദോഷകരമായ സംഗതി തന്നെയാണോ? ഇതിൽ വല്ല ഗുണവും ഉണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. തൃശ്ശൂർ ബിമല കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ സിസ്റ്റർ മേരീസ് നമ്മളോടൊപ്പം ഉണ്ട്. സിസ്റ്ററിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ബിമല കോളേജിലെ അധ്യാപികയായിരിക്കുന്ന ഡോക്ടർ ജാൻസി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ജാൻസിയെ സ്വാഗതം ചെയ്യും. ബിമല കോളേജ് വിദ്യാർത്ഥിനികളായി ഇതിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന ഏവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. സമൃദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ദോഷകരവുമാകാം, ഗുണകരവുമാകാം. ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇതിൻ്റെ നല്ല ചില വശങ്ങളും ഉണ്ട്, ഗുണകരമായ ചില വശങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സൂചിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആഗ്രഹിച്ചു. അതിപ്പോൾ സൂചിപ്പിക്കുവാനുള്ള അവസരമാണ്. ഈ സമൃദ്ധിയുടെ വർധനവ്, ഈ ലക്ഷറി, അഫ്ലുവൻസ്, ഇതിൻ്റെയൊക്കെ ഒരു വർധനവ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഗുണകരമായി തീരുന്നത്? അതൊന്ന് പറയാമോ? എല്ലാ കാര്യത്തിനും ഒരു നാണയത്തിനെ പോലെ അപ്പുറവും ഇപ്പുറവും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനും ഉണ്ട് ഒരുപാട് ഗുണങ്ങൾ. ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് ആയുർദൈർഘ്യം വളരെയധികം കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊന്നും അതിന് സാധിച്ചിരുന്നില്ല. മോഡേൺ ടെക്നോളജി വളർന്നതിൻ്റെ ഫലമായി ആയുർദൈർഘ്യം വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയാക്കി എന്നുള്ളത് അത് ടെക്നോളജിയുടെ ഒരു വളർച്ചയുടെ ഫലമായി പറയുന്നു. ഓക്കെ, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇതിൻ്റെ ഒരു ഗുണം? യെസ്. സമ്പത്ത് ഒരിക്കലും നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഈ നെഗറ്റീവിനെയൊക്കെ നമ്മുടെ മനോഭാവം എന്നൊരു ആയുധം വെച്ച് നമുക്ക് പോസിറ്റീവ് ആക്കാനായിട്ട് കഴിയും. പല സെയിൻറ്റുകളും, ഇപ്പോൾ സെൻറ്റ് ക്ലെയർ, സെൻറ്റ് ഫ്രാൻസിസ്, അതുപോലെയുള്ള പല സെയിൻറ്റുകളും പ്രഭു കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഒരിക്കലും സമ്പത്ത് നമ്മൾ നെഗറ്റീവോ പോസിറ്റീവോ മാറ്റുന്നില്ല. നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മളെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമ്മുടെ ചിന്താഗതികൾ എന്നാക്കി. സമ്പത്തല്ല പ്രധാനം, അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് പ്രധാനം. ആ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ വരുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ സമൃദ്ധിയുടെ വർധന വേറെ ഏതെങ്കിലും രീതിയിൽ? യെസ്, പറഞ്ഞാട്ടെ. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ ഞങ്ങളുടെ പഠനത്തിനെ അത് കൂടുതൽ ഈസി ആക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, അതായത് ഇന്റർനെറ്റ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നതാണ്. ഞങ്ങൾക്ക് വല്ല അസൈൻമെന്റ് കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ഈസി ആവും ഞങ്ങളുടെ പഠനം. കൂടുതൽ ഇൻഫോർമേഷൻ ഇന്റർനെറ്റ് വഴി കിട്ടുന്നുണ്ട്. അതായത് ടെക്നോളജിയുടെ വളർച്ച ഞങ്ങളുടെ പഠനം കൂടുതൽ ആയാസരഹിതമായിട്ട് മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാൻ? ഇപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ കൂടുന്തോറും നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽസും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ വികസിച്ച് വരികയാണ്. അതിനാൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്പാൻ നമുക്കിപ്പോൾ കൂടി കിട്ടുകയാണ്. ഒരുപാട് പേരുടെ ലൈഫ്, നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു എന്ന് അതിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ആയുർദൈർഘ്യം മറ്റേതെങ്കിലും രീതിയിലുള്ള ഗുണങ്ങളുണ്ടോ? പറഞ്ഞാൽ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഒരുപാട് ഹോസ്റ്റലേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ദൂരയാത്ര ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമാർക്ക്, വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് കുട്ടി എവിടെ എത്തി എന്ന് അറിയാൻ സഹായിക്കാൻ മൊബൈൽ ഫോൺ, ഇന്നത്തെ കാലത്തെ ടെക്നോളജി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ മോൾ എവിടെ പോയെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഈ മൊബൈൽ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് അത് അറിയുന്ന ഒരു ആശ്വാസമാണ്. ഈ മൊബൈലിൽ കൂടെ മോള് പറയുന്നത് എല്ലാം ശരിയാകണമെന്നുണ്ടോ? അത് കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. മാത്രമല്ല ഇന്നത്തെ നാട്ടിൽ ഇപ്പൊ STD ബൂത്ത് പോലും എവിടെയും കാണാൻ കിട്ടുന്നില്ല. ഏതായാലും മകളുടെ ശബ്ദം അമ്മയ്ക്ക് ഒന്ന് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ? കിട്ടുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു ആശ്വാസം ഒന്ന് ട്രേസ് ചെയ്യാൻ സാധിക്കും, അമ്മയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നത്. വെരി ഗുഡ്. ഓക്കെ, യെസ്. സമൃദ്ധി നമ്മൾ തന്നെ മറ്റുള്ളവരെ കൂടുതൽ സ്വാർത്ഥമതികളാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് സ്വാർത്ഥമതി ആക്കണേക്കാളും കൂടുതൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും അവരായിട്ട് ഷെയർ ചെയ്യാനും കൂടുതൽ ഉപകരിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ ഒരു മുഖ്യ പങ്കും ഇന്നും ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. അപ്പം നമ്മുടെ സമ്പൽ സമൃദ്ധി വർദ്ധിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ ആ താഴേക്കടിയിൽ കിടക്കുന്നവരെ സഹായിക്കാനും അവരെ ഉയർത്തിക്കൊണ്ട് വരാനും നമുക്ക് സാധിക്കും. സമൃദ്ധി വർദ്ധിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? വെരി ഗുഡ്.
അദ്ദേഹത്തിന് എന്തോ പറയാൻ ശ്രമിക്കാനുള്ള പറഞ്ഞാട്ടെ. ഫാദർ, ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറേ കൂടെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ +2 പഠിച്ച ഫ്രണ്ട്സ് അവരിപ്പോൾ എവിടെയാണ്, അവർ എന്ത് ചെയ്യുന്നു, അങ്ങനെ തറവായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് അവരുമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫെസിലിറ്റീസ് ശരിക്കും ഞങ്ങളുടെ സ്റ്റുഡൻറ് ലൈഫിനൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇത് കുറയ്ക്കുകയല്ല, കൂട്ടുകയാണ് ചെയ്യുന്നതാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? അതെ, നിങ്ങൾ ഈ സമൃദ്ധിയുടെ വർധനവ് എപ്രകാരം ഗുണകരമായി തീരുന്നു എന്നുള്ള ചർച്ചയാണ് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലരും പറഞ്ഞത് മോഡേൺ ടെക്നോളജിയുടെ വളർച്ച എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. മോഡേൺ ടെക്നോളജിയുടെ വളർച്ച തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് പ്രയോജനപ്പെടും. എന്നാൽ സമൃദ്ധി എന്ന് നമ്മൾ പറയുന്നപ്പോൾ ടെക്നോളജിയുടെ വളർച്ച എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ലഭ്യമായിരിക്കുന്നത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മളിൽ ഒരു ആവശ്യബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണോ ഉണ്ടാകുന്നത്, ഇനിയും എനിക്കൊന്നും വേണ്ട എല്ലാമായി എന്നുള്ളൊരവസ്ഥയാണോ ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയിൽ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്. സിസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞു ഈ സമൃദ്ധിയുടെ വർധനവ് ഈ ഫാഷൻ ഭ്രമത്തിലേക്ക് ഒരു പരിധി വരെ കുഞ്ഞുങ്ങളെ നയിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാമോ സിസ്റ്ററെ? സമൃദ്ധി അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലേക്കും എന്തോ പ്രത്യേകമായിട്ട് ഒരു ആകർഷണം വലയത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായത്. ഫാഷൻ ഭ്രമത്തിലേക്ക് വരുന്നു. ഫാഷൻ ഭ്രമം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ താൻ ആരോ എന്തോ ആണ് എന്ന് കാണിക്കാനുള്ള ഒരാഗ്രഹം, അത് ജനിപ്പിക്കാനായിട്ടാണ് ഈ പുതിയ പുതിയ സൗകര്യങ്ങളിൽ കാണുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം. ഡോക്ടർ ജാൻസി എന്തോ പറയുന്നു? കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള ഒരു ഫാഷൻ്റെ ഭ്രമം ഏതെങ്കിലും മേഖലകളിൽ കാണുന്നുണ്ടോ? ഫാഷൻ എന്ന് പറയുന്നത് കാലത്തിനൊപ്പം നീങ്ങുക എന്ന അർത്ഥത്തിൽ വളരെ യുക്തികരമായൊരു കാര്യമാണ്. കുട്ടികൾ കാലത്തിനൊപ്പം നീങ്ങുന്നു, അത് നല്ല കാര്യം. പക്ഷേ അത് നമ്മുടെ വ്യക്തികൾക്കും സമൂഹത്തിനും എത്ര ഉപകാരപ്പെടുന്നു ഉള്ളിടത്താണ് ഈ ഫാഷൻ ഭ്രമത്തെ നമ്മൾ കാണേണ്ടത്. കുട്ടികൾ അതിനെ സ്വീകരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ മനോഭാവത്തിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, മനോഭാവമാണ് ഈ ഭ്രമത്തെ ഇല്ലാതെ ആക്കുവാനുള്ള ഒരു വഴി. ഈ മനോഭാവം തന്നെയാണ് ഭ്രമത്തെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർ ജാൻസി പറഞ്ഞത്. അപ്പോൾ പല രീതിയിലുള്ള നമ്മുടെ വളർച്ച ഒരു പരിധി വരെ അത് നല്ലത് തന്നെയാണ്. സുഖ സമൃദ്ധി ഒരു പരിധി വരെ നല്ലത് തന്നെയാണ്. എന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അത് ആകർഷണം ഉണ്ടാക്കാനായിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്? അറിഞ്ഞോ അറിയാതെയോ ഇത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നോക്കിയാണ് ഇത് ദോഷകരമാണോ ഗുണമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാത്തിനും ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. എന്നാൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി, അതിനോടുള്ള നമ്മുടെ മനോഭാവം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പഴയ കാലത്ത് നമ്മൾ പറയും ആളുകൾക്ക് ദൈവവിശ്വാസം ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് ദൈവവിശ്വാസമൊക്കെ കുറഞ്ഞു പോയി എന്ന് സാധാരണ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് ദൈവവിശ്വാസം കുറയാനുള്ള കാരണം എന്താ? അവർ പറയുന്നതനുസരിച്ച് പഴയ കാലത്ത് ഒന്നുമില്ലായ്മയുടെ ഒരു കാലമായിരുന്നു. അന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ദൈവത്തെ വിളിച്ചു നോക്കത്തുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഒന്നീ പട്ടിണി മാറാൻ, അല്ലെ ആവശ്യങ്ങൾ സാധിക്കാൻ, അല്ലെ രോഗം വരുമ്പോൾ സൗഖ്യം കിട്ടാനായിട്ട്. അതിനൊക്കെ ദൈവത്തെ നമുക്ക് ആവശ്യമായി. രോഗം വരുന്ന ഉടനെ സാധാരണഗതിയിൽ അത് മാറ്റിത്തരാൻ പ്രാർത്ഥിക്കേണ്ട. കാരണം ബെസ്റ്റ് ഡോക്ടർമാർ, ബെസ്റ്റ് മെഡിസിന്, നല്ല ഹോസ്പിറ്റൽ ഇതൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തെ വിളിച്ചാൽ പോരെ. നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇന്ന് ദൈവത്തെ വിളിച്ച് സാധിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ സമൃദ്ധി വർദ്ധിച്ചപ്പോൾ നമ്മളിലെ ആവശ്യബോധം അഥവാ ദൈവത്തെ വിളിക്കേണ്ട ആവശ്യബോധം കുറയുന്നു
എന്നുള്ള ഒരു പരാതിയാണ് സാധാരണ കേട്ടുവരുന്നത്. എന്നാൽ അതിനകത്ത് നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഈ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് വല്ലതും കിട്ടാനാണോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? നിങ്ങൾ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടല്ലേ? എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഇദ്ദേഹം എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പറഞ്ഞാട്ടെ, എന്തിനാ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എന്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു തരാനും മനസ്സിലായി. ഇല്ല. ഇനി വേറെ എന്തോ? അച്ചു, ഞാൻ പ്രാർത്ഥിക്കുന്നത് പൊതുവെ ആദ്യം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. എൻ്റെ അച്ഛനും അമ്മയും അത് കഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ടീച്ചേഴ്സിനും അതുപോലെ ഈ ലോകത്തുള്ള എല്ലാ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കും അല്ലേ? അപ്പൊ എന്റെ ആവശ്യങ്ങൾ ആദ്യം, അത് കഴിഞ്ഞ് നാട്ടുകാരുടെ ആവശ്യം, പിന്നെ ചരാചരങ്ങളുടെ ആവശ്യം. യെസ്, അച്ഛൻ പറഞ്ഞു പട്ടിണിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, ദൈവത്തിനോടുള്ള അടുപ്പം ഞങ്ങൾക്ക് കുറഞ്ഞു എന്നൊക്കെ അച്ഛൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ അതിനെ ഒപ്പോസ് ചെയ്യാണ്. കാരണം ചിലപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, പക്ഷെ അതിന് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ ഗേൾസ് ഇപ്പോൾ പല ഇഷ്യൂസാണ് പുറത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ, പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇത്ര നാൾ ചെയ്തതിന് നന്ദി പറയാനും അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ യെസ്, ഞാൻ പ്രാർത്ഥിക്കണത് എന്തിനാ വെച്ചാൽ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ. എന്തിനാ ഈ പോസിറ്റീവ് എനർജി? പോസിറ്റീവ് എനർജി നമ്മൾ എല്ലാ കാര്യവും ഇങ്ങനെ ഡീമെറിറ്റ് ആക്കി എടുക്കാണ്ട് എല്ലാം ഒരു പോസിറ്റീവായി എടുക്കണം. അല്ല, അത് എന്തിനാ അങ്ങനെ എടുക്കുന്നത്? എന്തിനാ? ജീവിതം നയിക്കാൻ ആ ഒരു പോസിറ്റീവ് എന്തായാലും വേണം. അതില്ലെങ്കിൽ എന്നാ കുഴപ്പം? അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം ഒരു സുഖം അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞ പല സംഗതികളും പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമുക്ക് വല്ലതും കിട്ടാനായിട്ടെന്നാ പലരും പറഞ്ഞത്. ശത്രുക്കളിൽ നിന്നുള്ള വിടുതല്, മറ്റേ കാര്യങ്ങൾ, ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അതുണ്ട്. പിന്നെ വല്ലപ്പോഴും നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കിട്ടണമെന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. വല്ലതും കിട്ടുക. ഇതിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കിട്ടുന്നതിന് വേണ്ടി അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ത്രൂ ബൈബിൾ വഴിയാണ്. അതെ, ഞാൻ പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിനോട് സംസാരിക്കുന്നത്. എന്തിനാ ഈ സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചേ. ദൈവവും ഞാനായിട്ട് ആ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി. അതിന്റെ ആവശ്യം എന്നാ? എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാല്ലേ ആരാണ് ദൈവം, എന്താണ് ദൈവം. നമുക്കറിയാൻ വയ്യാതെ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം? അറിയണം. അതിനു വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. നമ്മൾ പറയാറില്ലേ ലക്ഷ്യമല്ല പ്രധാനം. അപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതായത് ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഇഷ്ടം ദൈവത്തിന് മുൻപിൽ വെച്ച് അവിടുത്തെ ഹിതം ആരാഞ്ഞാൽ മാത്രമേ ആ ദൈവഹിതം തിരിച്ചറിയാനും ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഉറക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ആവശ്യങ്ങൾ സാധിക്കുകയല്ല, ആ ബന്ധത്തിൽ ഉറയ്ക്കുന്നതാണ് പ്രാർത്ഥനയെങ്കിൽ എത്ര സമൃദ്ധി വർദ്ധിച്ചാലും ഈ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും അല്ലേ? അപ്പം പട്ടിണി കിടക്കുമ്പോൾ ആഹാരം കിട്ടാൻ വേണ്ടി മാത്രമല്ല അന്നേരത്ത് പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഉറപ്പ്. അങ്ങനെയാണെന്ന് വരികിൽ സമൃദ്ധി വർദ്ധിച്ചാലും എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആവശ്യം ഉണ്ട്. ആ ബന്ധമാണ് എന്നെ ഞാനാക്കുന്നത്, എൻ്റെ ജീവിതത്തിന് അർത്ഥം തരുന്നത്. ആ ഉൾക്കാഴ്ച ഉള്ളപ്പോൾ സമൃദ്ധി വർദ്ധിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഗതി. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, ഓരോ വസ്തുതകളെയും നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചാണ് സമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് ദോഷകരമോ ഗുണകരമോ ആകുന്നത്. സമൃദ്ധിയുടെ ഭാവമായിട്ട് നമ്മളിൽ പല ഭ്രമങ്ങളുണ്ടാകും. അതിലൊരു ഭ്രമമാണ് ഇവിടെ സിസ്റ്റർ എടുത്തു പറഞ്ഞത്, ഫാഷൻ ഭ്രമം. ഈ ഫാഷൻ ഭ്രമം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയാവോ? അതൊരു അക്സെപ്റ്റൻസിന് വേണ്ടിയുള്ളതാണ്. ഒരംഗീകാരം പിടിച്ചു പറ്റാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഫാഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ തന്നെ ഒരു പ്രസൻറ്റബിൾ ആക്കുക, ആകർഷകമായ രീതിയിൽ അട്രാക്റ്റീവ് ആക്കി എടുക്കുക. ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു സൈക്കോളജിക്കൽ നീഡുണ്ട്. ആ നീഡ് എന്ന് പറയുന്നത് നീഡ് ഫോർ റെക്കഗ്നീഷൻ, നീഡ് ഫോർ അക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭ്രമങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു അക്സെപ്റ്റൻസിന് വേണ്ടി
നമുക്ക് യോജിച്ചതല്ലാത്ത പല മാർഗങ്ങളെയും അവലംബിക്കാൻ നമുക്ക് ഇടയാക്കി തീർക്കും എന്നുള്ളതാണ് ഇവിടെ സിസ്റ്റർ പറഞ്ഞതിൻ്റെ ആശയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സമൃദ്ധിയുടെ വർധനവ് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എന്നാൽ ഈ സമൃദ്ധിയോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഈ സമൃദ്ധി എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് നമ്മൾ കാണണം. ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് വരികിൽ ഇത് നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു വസ്തുതയല്ല, നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്ന് വരികിൽ ഇത് പൊതു നന്മയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ഉൾക്കാഴ്ച നമുക്കുണ്ടാകുമ്പോൾ ഈ സമൃദ്ധിയോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമുക്കൊരു മാറ്റമുണ്ടാകും. അല്ല എന്ന് വരികിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖസമൃദ്ധികൾ നമ്മെ തന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരനുഭവമായിട്ട് മാറുവാൻ ഇടയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പക്ഷികൾ കൂട് വയ്ക്കുന്നത് ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് വലിയൊരു താല്പര്യമുണ്ട്. എവിടെ കിളികൾ കൂട് വയ്ക്കുന്നത് കണ്ടാലും ഞാനതിങ്ങനെ ഓരോ പടികളും ശ്രദ്ധിക്കും, അതിനെ പോയി ഓരോ ദിവസവും നോക്കും. ഒരിക്കൽ ഒരു കാക്ക ഒരു കൂട് വയ്ക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഓരോ ദിവസവും ഈ കൂട് ഞാൻ പോയി ഇങ്ങനെ നോക്കും, പരിശോധിക്കും. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചുള്ളിക്കമ്പുകളൊക്കെ പറക്കി, ഒരു പട്ടണത്തിലാണ്, അപ്പോൾ ചുള്ളിക്കമ്പുകൾ കിട്ടാൻ വലിയ വിഷമമാണ്. അത് അവിടുന്ന് ഇവിടുന്നൊക്കെ ചിലതൊക്കെ പറക്കിക്കൊണ്ട് വന്ന് ഏകദേശം പകുതി ഒക്കെ കൂടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കാക്ക കൂടുണ്ടാക്കി കഴിഞ്ഞ് മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങൾ ആയി. ഈ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉച്ച സമയമാകുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും ഈ കൂട്ടിലിരിക്കത്തില്ല. ഇത് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോയിട്ട് ഈ കൂട്ടിന് വെളിയിൽ ചാടും. ഇതിങ്ങനെ ചാടാൻ തുടങ്ങുമ്പോൾ തള്ളക്കാക്ക വന്ന് ഈ കുഞ്ഞിനെ തോണ്ടിയെടുത്ത് വീണ്ടും കൂട്ടിനുള്ളിലേക്കാക്കും. ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും, പല ദിവസവും ആവർത്തിച്ചു. ഈ കുഞ്ഞുങ്ങൾ എന്താ ഈ കൂട്ടിനകത്തിരിക്കാത്തത്? എൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു. ഞാൻ ഈ കൂടിൻ്റെ അടുക്കൽ പോയിട്ട് ഈ കൂടൊന്ന് പരിശോധിച്ചു. കൂട് പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, ഒരു പക്ഷേ ചുള്ളിക്കമ്പ് ആവശ്യത്തിന് കിട്ടാഞ്ഞത് കൊണ്ടായിരിക്കാം ഈ ഹാങ്ങർ ഉണ്ടല്ലോ, ഈ അലുമിനിയം കൊണ്ടുണ്ടാക്കുന്ന ഹാങ്ങർ, അപ്പോൾ അതിൻ്റെ ചില ഹാങ്ങറിൻ്റെ ചില ഭാഗങ്ങൾ, ഒരു ഹാങ്ങർ തന്നെ ഫുള്ളായിട്ട് അതിനകത്തുണ്ട്. ഈ കാക്ക കൊത്തിക്കൊണ്ട് ചുള്ളിക്കമ്പിന് പകരം കൊണ്ടുവന്ന് ഈ കൂട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ പഞ്ഞി വെച്ചാണ് സാധാരണ, പഞ്ഞി പോലുള്ള സാധനം വെച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ കാക്ക ഒരുക്കുന്നത്. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ ആസ്ഫാൾട്ട് ഷീറ്റ് ഉണ്ടല്ലോ, ഈ ടാറിൻ്റെ ഷീറ്റുകൾ, അതിൻ്റെ പീസ് കൊത്തിക്കൊണ്ട് വന്ന് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയാകുന്ന സമയത്ത് ചൂട് കൂടുമ്പോൾ ഈ ടാറ് ഉള്ള ഷീറ്റ് ഉരുകി കഴിയുമ്പോൾ അതോടൊപ്പം ഈ അലുമിനിയം കമ്പിയുടെ ചൂട് വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് ഇരിക്കാൻ ഒക്കത്തില്ല. ഇത് പഴുക്കുന്ന അനുഭവമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് വെളിയിലോട്ട് പോകും. തള്ള പിന്നെയും കൊത്തി അതിനകത്ത് ഇടും, തള്ള വീണ്ടും കൊത്തിയിടും. ഇങ്ങനെ അനേക ദിവസങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നു. ഇത് എന്നിലൊരു പുതിയ ഉൾക്കാഴ്ച തരുവാൻ ഇടയാക്കിയ ഒരു അനുഭവമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, ഈ കാക്ക കൂടെ ഉണ്ടാക്കാനും ആധുനികതയുടെ ഭാഗങ്ങൾ പലതും ഈ കാക്ക ശേഖരിച്ചല്ലേ. ഈ കമ്പികൾ, അതുപോലെയുള്ള ആസ്ഫാൾട്ട് ഷീറ്റിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ ആധുനികതയുടെ ഭാഗങ്ങളാണ്. ഇത് കൊണ്ടുവച്ച് കാക്കക്കൂട്ടിൽ വെച്ചതിൻ്റെ ഫലം എന്താ? ഈ കുഞ്ഞുങ്ങൾക്ക് അതിനകത്തിരിക്കാനായിട്ട് ഒക്കത്തില്ല. ചൂട് വർദ്ധിച്ചു, ഇത് വെളിയിലേക്ക് ചാടിപ്പോകും. ഇത് പലപ്പോഴും സമൃദ്ധി വർദ്ധിക്കുമ്പോഴുള്ള സമൂഹത്തിൻ്റെ ഒരു ചിത്രമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സമൃദ്ധി വർദ്ധിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ചിത്രം ഇതിലൂടെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. സമൃദ്ധി വർദ്ധിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭവനത്തിൽ സ്വസ്ഥതയല്ല, ഈ കുഞ്ഞുങ്ങൾ പലരും ഭവനത്തിന് വെളിയിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവര് ശ്വാസം മുട്ടി വെളിയിൽ ചാടുകയാണ്. അങ്ങനെയാണ് പുതിയ തലമുറ പലപ്പോഴും നഷ്ടമായി പോകുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഭവനത്തിനുള്ളിലേക്ക് സ്വീകരിക്കാവുന്ന ആധുനികത മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. ഭവനത്തിനുള്ളിൽ സ്വീകരിക്കാവുന്ന സമൃദ്ധി മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ വീർപ്പ് മുട്ടുന്ന അനുഭവം ഉണ്ടാക്കും. ഇത് നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതിനോട്? അദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുക, പറഞ്ഞാൽ. തീർച്ചയായും യോജിക്കുന്നുണ്ട്. എന്താ അതിൽ യോജിക്കുന്നത്? എന്തുവാ?
കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഇതേപോലെ സമ്പൽ സമൃദ്ധി കിട്ടുമ്പോൾ മാതാപിതാക്കളും ചേഞ്ച് ആവാം. സുഖസൗകര്യങ്ങൾ കിട്ടുമ്പോഴും അവരും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കൾ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർക്കും ഞങ്ങളിനി എന്താ ചെയ്യാന്നുള്ള പേടിയുണ്ട്. അപ്പോൾ അവർ വേറെ സുഖങ്ങൾ തേടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ട് ഭവനത്തിൽ ഉൾക്കൊള്ളാവുന്നത് മാത്രമേ ഭവനത്തിൽ ഉൾക്കൊള്ളാവൂ. പട്ടണത്തിൽ കിട്ടുന്നത് എന്തും ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റിയതല്ല. ഇതെല്ലാം എൻ്റെ കുഞ്ഞിന് പ്രയോജനമുള്ളതല്ല, പലതും കുഞ്ഞിനെ നശിപ്പിക്കുന്നതാണ്. ഈ ഉൾക്കാഴ്ച പേരൻസിനുണ്ടാകണം. സിസ്റ്ററെ, ഇതുപോലെയുള്ളൊരു അവബോധം പേരൻസിന് പകർന്നു കൊടുക്കാനായിട്ട് കോളേജ് തലത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. പാരൻസിനെ പ്രത്യേകമായിട്ട് വിളിച്ച് ഇത്തരത്തിലെ കുട്ടികളെയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ടും സാധിക്കും. സമ്പത്തും ഐശ്വര്യവും നല്ലത് തന്നെ എന്നാണ് കുട്ടികൾ ഇവിടെ സമ്മതിച്ചത്. മനോഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. ശരിയാണ്, സമ്പത്ത് കാണുമ്പോൾ അത് കിട്ടാൻ വേണ്ടി കൂടുതൽ പരിശ്രമിക്കാനും വർക്ക് ചെയ്യാനും കുട്ടികൾക്കൊരാവേശമുണ്ടാകും. ആ ഭാഗം നല്ലത് തന്നെ. പക്ഷെ അത് ചെയ്യുന്നതിനോടൊപ്പം സമ്പത്ത് നേടാൻ വേണ്ടി ഏത് വഴിക്കും തിരിയാനുള്ളൊരു ടെൻഡൻസിയും കൂടി കുട്ടികളിൽ കാണുന്നു. അപ്പോൾ കുട്ടികളിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഈ മനോഭാവം മാറ്റം വരുത്താൻ വേണ്ടി മാതാപിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഏത് രീതിയിലാണ് കുട്ടികളെ വളർത്തേണ്ടത്, അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് തിരുത്തി കൊടുക്കാനോ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് വളരെ നല്ല കാര്യം. അങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത് ഒരു ഭാവി തലമുറയെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഡോക്ടർ ജാൻസി, ഈ കോളേജ് തലത്തിൽ നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു. കുടുംബ തലത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധവും അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പേരൻറ്റിങ്ങിൽ മാതാപിതാക്കൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് സഹായകരമായി തീരുമോ? അച്ഛാ, എനിക്ക് തോന്നുന്നത് കുട്ടികൾ ആവശ്യപ്പെടുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കാതെ അവർക്കതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകിയതിന് ശേഷം ആധുനിക സൗകര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ്, മൊബൈലൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതിൻ്റെ ആവശ്യവും അത് ഉപയോഗിക്കേണ്ട രീതികളും ആ സൗകര്യങ്ങൾ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്നുള്ളൊരു അവബോധവും കുട്ടികളിൽ വളർത്തിക്കൊണ്ട് അത് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് ദോഷകരമായിരിക്കില്ലെന്നാണ് ഒരു പാരൻ്റ് എന്ന നിലയിൽ എനിക്കും പറയാനുള്ളത്. അപ്പോൾ കോളേജ് തലത്തിൽ ഇതുപോലെയുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത് സഹായകരമായിരിക്കും. ഭവനത്തിൽ മാതാപിതാക്കളുടെ പേരൻറ്റിങ്ങിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നത് സഹായകരമായിരിക്കും. കുട്ടികളായ നിങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ എൻ്റെ പാരൻ്റ്, ഞാൻ പുറത്തു പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് 30 രൂപയുടെ ആവശ്യമുള്ളൂ. പക്ഷെ എന്നിൽ ഏൽപ്പിക്കുന്നത് ചിലപ്പോൾ 100 രൂപയായിരിക്കാം. അത് എൻ്റെ മാതാവോ എൻ്റെ പിതാവോ എന്നിൽ നൽകുന്ന വിശ്വാസമാണ് അത് കാണിച്ചു തരുന്നത്. അതിൽ നിന്ന് ബാക്കിയുള്ള പൈസ ഞാൻ തിരിച്ചേൽപ്പിക്കും. അല്ലെങ്കിൽ അങ്ങനെ അവൾക്ക് എന്തിനാണ് ഇത്ര അധികം പൈസ, അവൾ എന്ത് ചെലവാക്കി, എങ്ങനെ ചെലവാക്കി എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ തീർച്ചയായും ആ കുട്ടിയും ഇങ്ങനത്തെ ഒരു ശീലം തന്നെയാണ് വളർത്തിയെടുക്കുക. അതായത് കുട്ടികളായ ഞങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ? ആ ഉത്തരവാദിത്വ ബോധം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സുഖമോ സമൃദ്ധിയോ വളർച്ചയോ എന്തു തന്നെയായിരുന്നാലും അതിനെ ആരോഗ്യപരമായി ഉപയോഗിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? ആ ഒരു ഉറപ്പ് നിങ്ങൾക്കെല്ലാം ഉണ്ടോ? നിങ്ങൾ ആ ഉത്തരവാദിത്വ ബോധം ഏറ്റെടുക്കുമോ? തീർച്ചയായിട്ടും. വെരി ഗുഡ്. അതിനകത്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു. അത് വളരണ്ട വർദ്ധിക്കണ്ട എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് വർദ്ധിച്ചു വരുന്ന ഒരു പരിധി വരെ ആവശ്യമാണ്. എന്നാൽ അത് ദോഷകരമായി നമ്മെ ബാധിക്കാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. മനോഭാവത്തിൽ നമുക്ക് മാറ്റമുണ്ടാക്കണം. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ദൈവിക ബോധത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യണം. ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മാതാപിതാക്കൾ അതിനുള്ള മാർഗനിർദ്ദേശം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കോളേജ് തലങ്ങളിൽ അധ്യാപകർ അതിനാവശ്യമായ അവയർനെസ് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ നൽകണം. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്വമുള്ളൊരു തലമുറയായിട്ട് നിങ്ങൾ വളർന്നു വരും. കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും.
അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. Be positive.